വാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. അവരെ നമ്മൾ കേരളത്തിലെമ്പാട് കാണുന്നത് KSRTC ബസ് സ്റ്റാൻഡുകളുടെ മുമ്പിൽ, റെയിൽവേ സ്റ്റേഷനുകളുടെ മുമ്പിൽ പാട്ടകിലിക്ക് പിരിവ് നടത്തുന്ന രംഗങ്ങളിൽ മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. അതിന്റെ നേതാവ് ഒരു മിനി എന്ന് പറഞ്ഞ ഒരു സാംക്രമിക രോഗം പരത്തുന്ന ഒരു കീടമുണ്ട്. പരിഗണനയില്ലെങ്കിലും പരിഹാസമുണ്ട്. ആശാസമരത്തെ അധിക്ഷേപിച്ച് CITU സഖാവ്. സമരസമിതി നേതാവ് മിനി സാംക്രമിക രോഗം പരത്തുന്ന കീടം. പിന്നിൽ പാട്ടകുലുക്കി പിരിവ് നടത്തുന്ന പാർട്ടിയെന്നും PB ഹർഷകുമാർ. KPCC തലവനാകാൻ കോൺഗ്രസിൽ തിരക്കിട്ട നീക്കങ്ങൾ. പിന്തുണ തേടി ചെന്നിത്തലയെ കണ്ട് അടൂർ പ്രകാശും ബെന്നി ബെഹനാനും. K സുധാകരൻ തുടരണമെന്ന് PJ കുര്യൻ. മാറണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മോദിക്ക് പക്ഷേ അദ്ദേഹം നേതാവല്ല. അദ്ദേഹം നേതാവാണ്. കാര്യമില്ല, ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന നേതാവ് എന്ന് പറഞ്ഞാൽ അതാണ് നേതാവ്, അല്ലാതെ നേതാവിൽ. പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ച് PJ കുര്യൻ. നരേന്ദ്രമോദി ജനകീയ നേതാവ്. ശശി തരൂരിന് പരിഹാസം. ഇംഗ്ലീഷ് കൊണ്ട് മാത്രം നേതാവാകില്ലെന്ന് രാജ്യസഭാ മുൻ അധ്യക്ഷൻ. വയനാട് പുനരധിവാസത്തിൽ ഹാരിസനെ തള്ളി ഹൈക്കോടതി. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പണം നൽകേണ്ടതില്ല. സർക്കാർ പണം സ്വകാര്യ വ്യക്തിയിൽ നിന്ന് തിരിച്ചുപിടിക്കൽ എളുപ്പമല്ല. പൊതു താൽപര്യം സംരക്ഷിക്കപ്പെടണമെന്നും നിരീക്ഷണം. ജനം ഡിബേറ്റിലെ പരാമർശത്തിൽ PC ജോർജിന് ആശ്വാസം. ജാമ്യം അനുവദിച്ച് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി. സന്തോഷമെന്ന് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. നിരോധിത ഭീകരവാദ സംഘടനകളുമായി NCHDR-ന് ദൃഢബന്ധം. കോയമ്പത്തൂർ സ്ഫോടനക്കേസ് പ്രതിയുടെ കോഴിക്കോട്ട് വീട് സന്ദർശിച്ചു. സന്ദർശനം ഭീകരൻ ഭാഷയുടെ മരണത്തിനു പിന്നാലെ. കണ്ണൂരിൽ മാവോയിസ്റ്റ് ഭീകരരുടെ രഹസ്യയോഗം ചേർന്നെന്ന് NIA. സമാന്തര പൂരം സ്വപ്നം മാത്രം. തൃശൂർ പൂരം ബദലിൽ പിന്മാറാനൊരുങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ്. നീക്കം പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടുമെന്ന് ഡൊണാൾഡ് ട്രംപ്. പിന്തുണച്ച ബ്രിട്ടൻ പ്രധാനമന്ത്രിയും. സമാധാന ധാരണ ലോകം ആഘോഷമാക്കുമെന്ന് കെയർ സ്റ്റാർമർ. രഞ്ജി ട്രോഫി ഫൈനലിൽ പൊരുതിക്കളിച്ച് കേരളം. 5 വിക്കറ്റിന് 238 റൺസ്. സർവാദയും സൽമാനും പുറത്ത്. സച്ചിൻ ബേബിക്ക് അർദ്ധ സെഞ്ചുറി. വിശദമായി നോക്കാം. ജനം ഡിബേറ്റിലെ പരാമർശത്തിന്റെ പേരിൽ റിമാൻഡിലായിരുന്ന PC ജോർജിന് ജാമ്യം. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. മിഥുൻ അയ്യപ്പൻ ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, കോടതി ജാമ്യം നൽകിക്കൊണ്ട് വ്യക്തമാക്കിയത് എന്തൊക്കെയാണ്? മിഥുൻ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി PC ജോർജിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എന്തൊക്കെ ഉപാധികളിന്മേലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്ന ചോദ്യം ആണ് ഏറ്റവും പ്രസക്തം. ജനം ഡിബേറ്റിലെ പരാമർശത്തിൻ്റെ പേരിലായിരുന്നു PC ജോർജിനെ റിമാൻഡ് ചെയ്തിരുന്നത്. മിഥുൻ, കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ജാമ്യം എന്തൊക്കെ ഉപാധികളിന്മേൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? കടുത്ത ഉപാധികളിലേക്ക് ഇത് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന
വിവരം പ്രധാനമായും കോടതി നിരീക്ഷിച്ചത് ഈ കേസ് എന്ന് പറയുന്നത് കൂടുതൽ തുടരന്വേഷണമോ വിശദമായ അന്വേഷണമോ ആവശ്യമുള്ള ഒന്നല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതോടകം തന്നെ തെളിവെടുപ്പും മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലും എല്ലാം തന്നെ ഈ സമയം കൊണ്ട് തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. വെറും 6 മണിക്കൂർ മാത്രമാണ് PC ജോർജിനെ കസ്റ്റഡിയിൽ പോലീസ് വാങ്ങിയിരുന്നത്. അതിനുശേഷം റിമാൻഡിലേക്ക് മാറ്റുകയായിരുന്നു. അത് ഇതോടകം തന്നെ DYSP ഓഫീസിലെത്തിച്ചും ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലെത്തിച്ചും മൊഴിയെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ വിശദമായിട്ടുള്ള ഒരു മൊഴിയെടുപ്പിൻ്റെയോ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൻ്റെയോ സാഹചര്യം നിലവിലില്ല എന്ന് വിലയിരുത്തിയിരുന്നു. പോലീസും അത്തരത്തിൽ തന്നെ റിപ്പോർട്ട് തന്നെയാണ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഒപ്പം തന്നെ PC ജോർജിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റും PC ജോർജിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആൻജിയോപ്ലാസ്റ്റി അടക്കമുള്ള ശസ്ത്രക്രിയയ്ക്ക് PC ജോർജിനെ അടിയന്തരമായി വിധേയമാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ വിദഗ്ധമായിട്ടുള്ള ചികിത്സയും ആവശ്യമുണ്ട് എന്നും കോടതിയെ അറിയിച്ചിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ PC ജോർജിനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായിട്ടുള്ള വാദമാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നത്. പ്രോസിക്യൂഷൻ ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്തുവെങ്കിലും എന്തെല്ലാം കാരണം കൊണ്ടാണ് ജാമ്യം നിഷേധിക്കുന്നത് എന്ന് കൃത്യമായി വാദിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ്. തീർത്തും വിചാരണ ഘട്ടങ്ങളിൽ പറയേണ്ട വാദമുഖങ്ങളാണ് ഇത്തവണ ജാമ്യ ഹർജിയിൽ തന്നെ അവർ ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം കസ്റ്റഡിയിലോ അതുപോലെ തന്നെ റിമാൻഡിലോ തുടരേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വാദം നടക്കുന്ന സമയത്ത്. ഇതെല്ലാം കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. കർശന ഉപാധികളില്ല, അതായത് വലിയ ഉപാധികളില്ല. സാധാരണ ജാമ്യം ലഭിക്കുന്നത് പോലുള്ള സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഉപാധികളായി വെച്ചിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഓക്കെ, ശരി മിഥുൻ. PC ജോർജിന് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മകനും BJP നേതാവുമായ ഷോൺ ജോർജ്. ഈരാറ്റുപേട്ടയ്ക്കായി ഒരുപാട് കാര്യങ്ങൾ PC ജോർജ് ചെയ്തിട്ടുണ്ട്. രാജ്യവിരുദ്ധ ശക്തികളോട് വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹം തോറ്റുപോയത്. വഖഫ് ബില്ലിൽ ശക്തമായി നിലപാടെടുത്തതാണ് ജോർജിനെതിരെ മുസ്ലിം ലീഗ് തിരിയാൻ കാരണമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. നാടിനെ ഇന്ന് ഈരാറ്റുപേട്ട എന്താണോ ആ ഈരാറ്റുപേട്ടയാക്കാൻ കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, ആ നാട് വലിയ വർഗീയതയിലേക്ക് പോയപ്പോൾ അതിനെ തിരുത്താൻ ശ്രമിച്ചതാണ് തെറ്റ്. അദ്ദേഹം ഈ രാജ്യവിരുദ്ധ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ടല്ലേ അദ്ദേഹം തോറ്റുപോയത്. ഏതെങ്കിലും സമയത്ത് നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ എടുക്കുന്ന നിലപാടിൽ ഒരിക്കലും വെള്ളം ചേർക്കാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം എടുത്ത നിലപാടിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. ശശി തരൂരിനെതിരെ PJ കുര്യൻ. തരൂർ കൂടുതൽ സമയം വിദേശത്താണ്, ഇംഗ്ലീഷ് കൊണ്ട് മാത്രം നേതാവാകില്ലെന്നും ആക്ഷേപം. തരൂരിന് എല്ലാ പരിഗണനയും നൽകിയിട്ടുണ്ട്. നരേന്ദ്രമോദി ജനകീയ നേതാവാണെന്നും PJ കുര്യൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടിയെ വിമർശിക്കുന്നതിന് പകരം അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് കിട്ടുമോ ഫോണിൽ? അദ്ദേഹം വിദേശത്താണ് കൂടുതൽ സമയം. തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം, സാധാരണ ജനങ്ങളുടെ പരിപാടിയിൽ പോകണം, കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റിയിൽ പോകണം, കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയിൽ പോകണം, കോൺഗ്രസിന് ഇപ്പം നരേന്ദ്രമോദിക്ക്. പക്ഷേ അദ്ദേഹം നേതാവല്ല, അദ്ദേഹം നേതാവാണ്. കാര്യമില്ല, ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന നേതാവ് എന്ന് പറഞ്ഞാൽ അതാണ് നേതാവ്, അല്ല നേതാവിനെ ഇമ്പോസ് ചെയ്യേണ്ടത് അല്ല. പുതിയ KPCC അധ്യക്ഷനായി ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ എന്നിവർ രമേശ് ചെന്നിത്തലയുമായി വെവ്വേറെ ചർച്ചകൾ നടത്തി. അധ്യക്ഷ സ്ഥാനത്തേക്ക് അടൂർ പ്രകാശിനെ പരിഗണിക്കുന്നുവെന്ന വാർത്തയ്ക്കിടെയാണ് കൂടിക്കാഴ്ച. ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, ആദ്യം പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ്, MP-മാർ അടക്കമുള്ളവരെ ക്ഷണിച്ചു, ചർച്ചകൾ നടന്നു വിവിധ തലത്തിൽ. പിന്നീട് ചില പ്രത്യേകമായുള്ള ചർച്ചകൾ, അതിൽ ഉയർന്നു കേൾക്കുന്ന പേരിപ്പോൾ അടൂർ പ്രകാശിൻ്റെതാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് നിർണായകമായ യോഗം നടക്കാനിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം ഇപ്പോൾ ഡൽഹിയിലേക്ക് ദേശീയ നേതൃത്വം വിളിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ നേരത്തെ കേട്ടത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് 2 പേരുകളാണ് പ്രധാനമായി പരിഗണിക്കുന്നത്. ഒന്ന് അടൂർ പ്രകാശ് MP, അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ. അതിൽ ഈ 2 നേതാക്കളും ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയുമായി ഡൽഹി കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അടൂർ പ്രകാശ് പ്രതികരിച്ചിട്ടില്ല, ഒന്നും പറയാനില്ല എന്നതായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. എന്നാൽ
ബെന്നി ബെഹനാനാകട്ടെ ഇതൊരു സൗഹൃദ കൂടിക്കാഴ്ചയാണ്. ചില രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചു. മാത്രമല്ല രമേശ് ചെന്നിത്തലയുമായി തനിക്ക് വർഷങ്ങളുടെ വ്യക്തിബന്ധമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ കാണാൻ എത്തിയത് എന്നായിരുന്നു ബെന്നി ബെഹനാന്റെ പ്രതികരണം. ഏതായാലും ഈ രണ്ട് പേരുകൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു. വൈകിട്ടത്തെ യോഗത്തിനകത്തും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകും. ഒപ്പം ശശി തരൂർ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ സർക്കാരിനെയും പ്രശംസിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങളും ഇന്ന് വൈകുന്നേരം നടക്കുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. വീണ. ഓക്കെ, ശരി ഗൗതം. ആശാ സമരസമിതി നേതാക്കളെ വീണ്ടും അധിക്ഷേപിച്ച് CITU. സമരസമിതി നേതാവായ മിനി സാംക്രമിക രോഗം പരത്തുന്ന കീടമാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാർ പരിഹസിച്ചു. കേരളത്തിലെ ബസ് സ്റ്റാൻഡുകൾക്ക് മുന്നിൽ പാട്ടകുലുക്കി പിരിവ് നടത്തുന്ന പാർട്ടിയാണ് സമരത്തിനു പിന്നിലെന്നും ഹർഷകുമാർ പറഞ്ഞു. പത്തനംതിട്ടയിലെ CITU സമരവേദിയിലായിരുന്നു അധിക്ഷേപം. പ്രശ്നത്തിൽ ആ പാർട്ടിയെ നമ്മൾ കണ്ടിട്ടില്ല. അവരെ നമ്മൾ കേരളത്തിലെമ്പാടും കാണുന്നത് KSRTC ബസ് സ്റ്റാൻഡുകളുടെ മുമ്പിൽ, റെയിൽവേ സ്റ്റേഷനുകളുടെ മുമ്പിൽ പാട്ടകിലിക്ക് പിരിവ് നടത്തുന്ന രംഗങ്ങളിൽ മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. അതിന്റെ നേതാവ് ഒരു മിനി എന്ന് പറഞ്ഞ ഒരു സാംക്രമിക രോഗം പരത്തുന്ന ഒരു കീടമുണ്ട്. തിരുവനന്തപുരം അടക്കം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ ആശാപ്രവർത്തകർക്ക് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് VS അച്യുതാനന്ദന്റെ ഭരണകാലത്താണ് 300 രൂപയിൽ നിന്ന് 500 രൂപയാക്കി മാറ്റിയത്. ആ വർദ്ധിപ്പിച്ച 500 രൂപ 1000 രൂപയാക്കണമെന്ന് പറഞ്ഞ് ആശാ വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ദീർഘനാൾ നടന്ന സമരം. ആ സമരകാലത്ത് ഈ പറഞ്ഞ പാട്ടകിലിക്ക് പാർട്ടി അവിടെ കണ്ടില്ല. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, വലിയ തോതിൽ CITU വിവിധ ഇടങ്ങളിൽ നടത്തുന്ന ബദൽ സമരങ്ങളിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്ന ആശാ പ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ എന്തൊക്കെയായിരുന്നു അത്? വീണ, ആശാ വർക്കർമാരുടെ സമരത്തിൽ സംസ്ഥാന സർക്കാർ ഒറ്റപ്പെടുകയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ ഏറുന്നു. ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം, പ്രതിരോധത്തിലായി പോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ CITUവിനെ മുൻനിർത്തിക്കൊണ്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ ആശാ വർക്കർമാരുടെ സമരത്തിന് ബദലായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. ഈ പ്രക്ഷോഭ പരിപാടികളിലെല്ലാം തന്നെ ആശാ വർക്കർമാരുടെ സമരത്തെ തീർത്തും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള നടപടികളാണ് CITUവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് പത്തനംതിട്ടയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് CITUവിനെ മുൻനിർത്തിക്കൊണ്ട് ആശാ വർക്കർമാരുടെ സംഘടന നടത്തിയ സമരത്തിലാണ് ഈ CITUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാർ ഈ ആശാ വർക്കർമാരുടെ സമരസമിതിയുടെ നേതാവായിട്ടുള്ള മിനിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തീർത്തും വ്യക്തി അധിക്ഷേപം നടത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തിരുവനന്തപുരത്ത് ഈ സമരത്തിന്റെ പേരിൽ ഇവർ കെട്ടിക്കിടക്കുകയാണ്. ബസ് സ്റ്റാൻഡുകളിൽ പാട്ടപ്പിരിവ് നടത്തി പണം കണ്ടെത്തുന്ന സംഘടനയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഇവർ. പാട്ടപ്പിരിവ് നടത്തിയാണ് ഈ സമരം നടത്തുന്നത്. കഴിഞ്ഞ നാളുകളായിട്ട് തിരുവനന്തപുരത്ത് കെട്ടിക്കിടക്കുന്നു. സാംക്രമിക രോഗം പടർത്തുന്ന കീടമാണ് മിനി തുടങ്ങിയ തീർത്തും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, മിനിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തീർത്തും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്ന രീതിയിലായിരുന്നു PB ഹർഷകുമാറിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായത്. ആദ്യതരത്തിൽ ഈ ബദൽ സമരം എന്ന രീതിയിൽ പാർട്ടി സഖാക്കളായിട്ടുള്ള ആശാ വർക്കർമാരായിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഇന്ന് പത്തനംതിട്ടയിൽ നടത്തുന്നു. ആദ്യം ഈ ആശാ വർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിക്കുന്ന ചില പരാമർശങ്ങൾ ഈ PB ഹർഷകുമാർ അവരുടെ പേര് ഉന്നയിക്കാതെ, സമരസമിതിയിലുള്ള ആളുകളുടെ പേരുകളൊന്നും തന്നെ ഉന്നയിക്കാതെ ആദ്യം അധിക്ഷേപ പരാമർശങ്ങൾ ചൊരിയുന്നു. അതിനുശേഷമാണ് വ്യക്തിപരമായി തന്നെ മിനിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ CITU നേതാവ് PB ഹർഷകുമാർ നടത്തുന്നത്. തീർത്തും വ്യക്തിപരമായിട്ട് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട്, മിനിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരാമർശങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ പല ഭാഗങ്ങളിലും, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ CITU നടത്തുന്ന പരിപാടികളിൽ, സമര പ്രക്ഷോഭങ്ങളിൽ, സമാന്തര ബദൽ സമര പ്രക്ഷോഭങ്ങളിൽ ഇത്തരത്തിൽ ഈ ആശാ വർക്കർമാരെ അധിക്ഷേപിക്കുന്ന, തീർത്തും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാവുകയും ഭീഷണികളടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ന് പത്തനംതിട്ടയിൽ നടന്ന സമരത്തിലും, ഈ CITUവിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിലും ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം നടത്തിയത്. ഇതുകൂടാതെ ഈ സമരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് തീർത്തും സംസ്ഥാന സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ സമരം അനാവശ്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് CITUവിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഉയർന്നു വരുന്നത്. അത്തരത്തിൽ തന്നെയുള്ള ന്യായീകരണങ്ങളായിരുന്നു
ഇന്ന് PB ഹർഷകുമാർ ഈ സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ നടത്തുകയും ചെയ്തത്. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പിണറായി സർക്കാരാണ് ആശാ വർക്കർമാർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു നൽകുന്നത്, അവർക്ക് സഹായകരമായിട്ടുള്ള രീതിയിലുള്ള ധനസഹായം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുന്നതിനുള്ള, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനുള്ള തരത്തിലുള്ള സമര പ്രക്ഷോഭങ്ങളാണ്, അത്തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് ഈ സമരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവർ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ആശാവർക്കർമാർ നടത്തി വരുന്ന സമരത്തിന് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിന്തുണയേറുന്നു, വിവിധ സംഘടനകൾ പിന്തുണയുമായി എത്തുന്നു. തീർത്തും പ്രതിരോധത്തിലായ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ തീർത്തും ഇവർ ഈ സമരസമിതിയിലെ നേതാക്കളെ അധിക്ഷേപങ്ങൾ ചൊരിയുന്നു എന്നുള്ളത് ഒരു തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് സമൂഹം ഉറ്റുനോക്കുന്നത് ഏത് തരത്തിലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമായി നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ. ഓക്കെ, ശരി മിഥുൻ. വയനാട് ടൗൺഷിപ്പിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ ഇല്ല. ഭൂമി ഏറ്റെടുക്കുന്നതിന് ബോണ്ട് അടക്കമുള്ള വ്യവസ്ഥകൾ നിർദ്ദേശിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ ഹാരിസൺ മലയാളത്തിന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു. വയനാട് പുനരധിവാസം തടസ്സപ്പെടരുതെന്നും ഹൈക്കോടതി നിരീക്ഷണം. വയനാട് ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉടമകൾ ബോണ്ട് ഉൾപ്പെടെ കെട്ടിവെക്കണമെന്ന വ്യവസ്ഥകൾ അടങ്ങിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഹാരിസൺ മലയാളം നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച ഡിവിഷൻ ബെഞ്ച് വയനാട് പുനരധിവാസം തടസ്സപ്പെടരുതെന്നും വ്യക്തമാക്കി. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പണം നൽകണമെന്ന വാദം ഹാരിസൺസ് ഉന്നയിച്ചെങ്കിലും കോടതി പക്ഷേ അത് അംഗീകരിച്ചില്ല. ഗ്യാരണ്ടിയില്ലാതെ സർക്കാരിന്റെ പണം സ്വകാര്യ വ്യക്തിക്ക് നൽകിയാൽ തിരിച്ചുപിടിക്കാൻ പ്രയാസമാകുമെന്നും ഭൂമിയിൽ സിവിൽ തർക്കം നിലനിൽക്കുന്നതിനാലാണ് ബാങ്ക് ഗ്യാരണ്ടിക്കുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. പുനരധിവാസ വിഷയത്തിൽ പൊതുതാൽപര്യം സംരക്ഷിക്കപ്പെടണമെന്നതാണ് ഹൈക്കോടതിയുടെ നിലപാട്. ഭൂമി ഏറ്റെടുക്കുന്നതിൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതിലെ നിയമപ്രശ്നങ്ങൾ ഡിവിഷൻ ബെഞ്ച് മാർച്ച് 13 വീണ്ടും പരിഗണിക്കും. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് നഷ്ടപരിഹാരം നൽകണമെന്നും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരത്തിന് തുല്യമായ തുക എസ്റ്റേറ്റുകൾ ബോണ്ട് നൽകണമെന്നുമായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നേരത്തെയുള്ള ഉത്തരവ്. ജനം, കൊച്ചി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് 2 കരട് പട്ടികയിൽ ഉൾപ്പെട്ടത് നേരിട്ട് ദുരന്തത്തിൽപ്പെട്ടവരെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നോ ഗോ സോണിന് പുറത്ത് നിൽക്കുന്ന ആളുകളെയും പട്ടികയിൽ ഉൾപ്പെടുത്തും. എൽസ്റ്റോൺ എസ്റ്റേറ്റിലാകും ആദ്യം വീട് നിർമ്മിക്കുകയെന്നും മന്ത്രി കെ രാജൻ തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തബാധിതരുടെ ലിസ്റ്റല്ല തയ്യാറാക്കുന്നത്, ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റാണ്. വീടുകൾ നഷ്ടപ്പെട്ടവരുടെയും അങ്ങോട്ട് പോകാൻ പറ്റാത്തവരുടെയും ലിസ്റ്റാണ്. ഓരോന്നിനും അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരാളെ കുറിച്ച് ഞങ്ങൾ പരിശോധിച്ചു. ആ ലിസ്റ്റിൽ അദ്ദേഹത്തിന് വീട് നഷ്ടപ്പെട്ടിട്ടില്ല. ഓരോ ഘട്ടത്തിലും നമ്മളെ സഹായിച്ചവരെ നഷ്ടങ്ങൾ എങ്ങനെ എന്ന് പരിശോധിക്കാൻ വിവിധ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരിട്ടിടപെട്ട് വീട് നഷ്ടപ്പെട്ടവർ, ഇനി അങ്ങോട്ട് പോകാൻ കഴിയാത്തവർ, ഇനി അങ്ങോട്ട് പോകാൻ കഴിയാത്ത പ്രദേശത്തിനോട് ചേർന്നാണ് ഗോസോണാണ്, പക്ഷേ അവർക്ക് ഐസൊലേറ്റഡായി മാറപ്പെട്ട ആളുകൾ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് 2B ലിസ്റ്റ് ഇറക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ വിധത്തിൽ ദുരന്തബാധിതരിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തിറക്കുകയാണ്. എൽസ്റ്റോൺ എസ്റ്റേറ്റ് ആണ് പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിൽ നാം ഏറ്റെടുക്കാൻ പോകുന്നത്. അത് കൽപ്പറ്റ നഗരത്തിൻ്റെ നേരെ നടുവിലാണ്. നെടുമ്പാലയേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൂടുതൽ വീടുകൾ എടുക്കാൻ പറ്റുന്ന സ്ഥലം എൽസ്റ്റോൺ എസ്റ്റേറ്റ് ആണ് എന്ന് കാണുകയുണ്ടായി. കേന്ദ്ര സഹായം കൂടി എത്തിയതോടെ വയനാട് പുനരധിവാസം വേഗത്തിൽ നടപ്പാക്കി മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. നിർദ്ദിഷ്ട ടൗൺഷിപ്പിൽ ഒരു വീട് നിർമ്മിക്കാനുള്ള സ്പോൺസർഷിപ്പ് തുക 20 ലക്ഷം രൂപയായി നിശ്ചയിച്ചു. കേന്ദ്രം പലിശ രഹിത വായ്പ നൽകിയ പണം കൂടി വിനിയോഗിച്ച് ഈ സാമ്പത്തിക വർഷം അവസാനിക്കും മുൻപ് പുനരധിവാസം നടത്താനാണ് സർക്കാർ നീക്കം. വയനാട് പുനരധിവാസം ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിലാണ് കേന്ദ്രം കേരളത്തിനായി സഹായം പ്രഖ്യാപിച്ചത്. ഈ സഹായം കൂടി ഉപയോഗിച്ച് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പുനരധിവാസം വേഗത്തിലാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. ഇതിന്റെ തുടർച്ച കൂടിയാണ് വയനാട് പുനരധിവാസത്തിന് വീട് നിർമ്മിക്കാനുള്ള സ്പോൺസർഷിപ്പ് തുക 20 ലക്ഷം രൂപയാക്കിയത്. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം സർക്കാർ എടുത്തത്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കും മുൻപ് കേന്ദ്രം പലിശരഹിത വായ്പയായി നൽകിയ പണം കൂടി വിനിയോഗിച്ച് പുനരധിവാസം നടത്താനാണ് സർക്കാർ നീക്കം. 500 കോടിയിലധികം രൂപ ഇങ്ങനെ കേന്ദ്ര സർക്കാർ സഹായമായി നൽകും. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിൽ 712.91 കോടി രൂപ ലഭിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചതാണ്. കേന്ദ്ര സഹായം ലഭിക്കുന്നത് കൂടി വിനിയോഗിച്ച് പുനരധിവാസം വേഗം പൂർത്തിയാക്കുകയാണ് സർക്കാർ ലക്ഷ്യം.
ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടുതൽ സഹായം ഇനി ലഭ്യമാകാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പുനരധിവാസം വേഗത്തിലാകുന്നത്. ജനം, തിരുവനന്തപുരം. പാതിവില തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി അനന്തു കൃഷ്ണനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. നെടുങ്കണ്ടം കോടതിയുടേതാണ് ഉത്തരവ്. വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതി ഇടപെടൽ. സുബിൻ തോമസ് ചേരുന്ന വിവരങ്ങളുമായി. സുബിൻ, ഇത് വിവിധയിടങ്ങളിലാണ് ഈ കേസുകളുള്ളത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത് ഇപ്പോൾ ഏത് കേസിലാണ്, ഏത് സ്റ്റേഷനിലെ കേസിലാണ്? വണ്ടൻമേട് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലാണ് നിലവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി അനന്തു കൃഷ്ണനെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയത്. നിലവിൽ ഇപ്പോൾ കേസ് പൂർണ്ണമായും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലായതുകൊണ്ട് തന്നെയാണ് വണ്ടൻമേട് സ്റ്റേഷനിലെ കേസും കോടതി ക്രൈംബ്രാഞ്ച് തന്നെ വിട്ടു നൽകിയിട്ടുള്ളത്. സമാനമായി, അതായത് പകുതി വില നൽകിയാൽ ബൈക്ക് ഉൾപ്പെടെയുള്ള സ്കൂട്ടർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇത്തരത്തിൽ പണം തട്ടിയെന്നുള്ള സമാനമായ കേസ് തന്നെയാണ് ഈ വണ്ടൻമേട് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ അനന്തു കൃഷ്ണന് ഈ നെടുങ്കണ്ടം കേന്ദ്രീകരിച്ച് 2 സ്വകാര്യ ബാങ്കുകളിൽ അക്കൗണ്ടുകളുണ്ട്. ഈ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ന് ഈ കട്ടപ്പനയിൽ ചില പരിശോധനകൾ നടത്തേണ്ടതായി ഉണ്ടെന്നും സൂചന ലഭിക്കുന്നുണ്ട്. ഈ കട്ടപ്പനയിലെ പരിശോധനയ്ക്ക് ശേഷം നാളെ വീണ്ടും അനന്തു കൃഷ്ണനെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു നെടുങ്കണ്ടം കോടതി വണ്ടൻമേട് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നെടുങ്കണ്ടം കോടതി അനന്തു കൃഷ്ണനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലേക്ക് തന്നെ തിരിച്ച് വിട്ടിരിക്കുകയാണ്. ഓക്കെ, ശരി സുബിൻ. കോയമ്പത്തൂർ സ്ഫോടന കേസിലെ 1-ാം പ്രതി ഭാഷയുടെ വീട്ടിൽ സന്ദർശനം നടത്തി NCHDR പ്രവർത്തകർ. ഭാഷയുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു സന്ദർശനം. ഇതോടെ നിരോധിത ഭീകരവാദ സംഘടനകളുമായി NCHDR എന്ന സംഘടനയ്ക്കുള്ള ബന്ധമാണ് പുറത്തുവരുന്നത്. സ്ഫോടന കേസിലെ 1-ാം പ്രതി പരോളിലിറങ്ങിയ ഭാഷാഭായ് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടത്. 51 പേരുടെ ജീവനെടുത്ത സ്ഫോടന കേസിലെ പ്രതിയുടെ വീട്ടിലാണ് മനുഷ്യാവകാശ സംഘടനയെന്ന് അവകാശപ്പെടുന്ന NCHDR പ്രവർത്തകർ നേരിട്ടെത്തിയത്. സംഘടനയുടെ പ്രസിഡന്റ് വിളയോട് ശിവൻകുട്ടിയും മറ്റ് ഭാരവാഹികളും ഭാഷാഭായുടെ വീട്ടിലെത്തിയതിന്റെ ദൃശ്യങ്ങളാണിത്. ഭാഷാഭായുടെ മകന് ആശ്വാസം പകരാനാണ് വീട്ടിലെത്തിയതെന്നാണ് ഇവരുടെ വാദം. സ്ഫോടനം നടത്തി നിരപരാധികളുടെ ജീവനെടുത്ത് അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതിയുടെ വീട്ടിലെത്തിയതിൽ നിന്ന് തന്നെ NCHDRന്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല, ഭാഷാഭായുടെ പ്രവർത്തനത്തെ മഹത്വവൽക്കരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റും NCHDR പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാം. 51 പേരുടെ ജീവനെടുത്ത സ്ഫോടന കേസിൽ ഭാഷാഭായ് ജയിലിലായതിനെ പോലും ന്യായീകരിക്കുകയാണിവർ. മാത്രമല്ല, ഭാഷാഭായ് എന്ന തീവ്രവാദിയുടെ അന്തിമോപചാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ 10,000 എത്തിയതും ഏറെ ആശങ്കയുളവാക്കുന്നതാണ്. നിരോധിത തീവ്രവാദ സംഘടനകളുമായി NCHDRന് ബന്ധമുണ്ടെന്ന വാദം ശരിവെക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജനം, കോഴിക്കോട്. കണ്ണൂരിൽ മാവോയിസ്റ്റ് ഭീകരർ രഹസ്യയോഗം ചേർന്നതായി NIA. കണ്ണൂരിലും വെല്ലൂരിലുമാണ് രഹസ്യയോഗം ചേർന്നത്. അറസ്റ്റിലായ തമിഴ്നാട് സ്വദേശികളെ ചോദ്യം ചെയ്തപ്പോഴാണ് NIAക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. എടക്കര വനത്തിൽ പരിശീലനം നൽകിയത് മാവോയിസ്റ്റ് നേതാവ് രാഘവേന്ദ്രയെന്നും വെളിപ്പെടുത്തൽ. മാവോയിസ്റ്റ് ഭീകരവാദികൾ 2021 നിലമ്പൂരിൽ ആയുധ പരിശീലനം നടത്തിയിട്ടുണ്ട്. എടക്കര വനത്തിൽ 20 പേർക്ക് പരിശീലനം നൽകിയത് മാവോയിസ്റ്റ് ഭീകരവാദി നേതാവ് രാഘവേന്ദ്രയാണ്. അറസ്റ്റിലായ മാബെണ്ണീപുരം സ്വദേശി കാർത്തിക്, പൊള്ളാച്ചി സ്വദേശി സന്തോഷ് കുമാർ എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. 2023 നവംബറിൽ തണ്ടർബോൾട്ട് സംഘത്തിന് നേരെ മാവോയിസ്റ്റുകൾ വെടിവയ്പ് നടത്തിയിരുന്നു. കേരളത്തിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചതാണ്. ATSനും തണ്ടർബോൾട്ട് സംഘങ്ങൾക്കുമൊപ്പം ഇന്റലിജൻസ് ബ്യൂറോയും നിരീക്ഷണം ശക്തമാക്കിയ കാലത്ത് തന്നെയാണ് രഹസ്യയോഗങ്ങളും ആയുധ പരിശീലനങ്ങളും നടന്നത്. പശ്ചിമഘട്ടത്തെ 4 ദളങ്ങളാക്കിയായിരുന്നു മാവോയിസ്റ്റ് ഭീകരർ പ്രവർത്തനം വ്യാപിപ്പിച്ചിരുന്നത്. കണ്ണൂർ, വയനാട് ജില്ലകളിലെ വനമേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു മാവോയിസ്റ്റ് ഭീകര പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിരുന്നത്. അംഗസംഖ്യ വർദ്ധിപ്പിക്കാനും സായുധ ആക്രമണങ്ങൾക്കുമുള്ള പദ്ധതികളാണ് മാവോയിസ്റ്റ് ഭീകരർ നിരന്തരം തയ്യാറാക്കിയത്. സംഘത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യവും കൂടി വന്നിരുന്നു. വിവിധ മാവോയിസ്റ്റ് ഭീകരവാദ കേസുകളിൽ NIA കൊച്ചി യൂണിറ്റിന്റെ അന്വേഷണം തുടരുകയാണ്. അറസ്റ്റിലായ മാവോയിസ്റ്റ് ഭീകര നേതാക്കളായ CP മൊയ്തീനെയും മനോജിനെയും ചോദ്യം ചെയ്തപ്പോഴും
ATSന് സുപ്രധാന വിവരങ്ങൾ ലഭിച്ചിരുന്നു. മാവോയിസ്റ്റ് ഭീകരവാദ ഗ്രൂപ്പുകളായ കബനി, നാടുകാണി ദളങ്ങളുടെ കമാൻഡറായിരുന്നു മൊയ്തീൻ. മൊഴികളുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് NIA. ജനം, കൊച്ചി. തൃശൂർ പൂരം സമാന്തര പ്രദർശനത്തിൽ നിന്ന് പിന്മാറാനൊരുങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്നാണ് പിന്മാറ്റം. തിരുവമ്പാടി ദേവസ്വം ഉൾപ്പെടെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാൻ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് പോലീസ്. അതിനിടെ രാവിലെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ അഫാന്റെ ബാപ്പ അബ്ദുൾ റഹീം ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ ഉമ്മ ഷമിയെ ആശുപത്രിയിലെത്തി കണ്ടു. കട്ടിലിൽ നിന്ന് വീണു പരിക്കേറ്റതെന്നാണ് ഷമി പറഞ്ഞത്. അഫാന്റെ ആക്രമണത്തിലാണ് ഷമിക്കും ഗുരുതരമായി പരിക്കേറ്റത്. യാത്രാവിലക്കിനെ തുടർന്ന് വിദേശത്ത് കഴിഞ്ഞിരുന്ന അബ്ദുൾ റഹീം സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടുകൂടി ഇന്ന് രാവിലെയാണ് നാട്ടിലെത്തിയത്. യാത്രാവിലക്കിനെ തുടർന്ന് വിദേശത്ത് കഴിഞ്ഞ അബ്ദുൾ റഹീം ഇന്ന് രാവിലെയാണ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടുകൂടി തിരുവനന്തപുരത്തെത്തിയത്. എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ അബ്ദുൾ റഹീം ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷമിയെ കാണാൻ വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിലെത്തി. അബ്ദുൾ റഹീമിനോടും മകന്റെ തെറ്റ് മറച്ചു വെച്ചുകൊണ്ടാണ് ഷമി സംസാരിച്ചത്. കട്ടിലിൽ നിന്ന് വീണ് പരുക്ക് പറ്റിയതെന്ന് വീണ്ടും ആവർത്തിച്ചു. ഇളയ മകനെ വീണ്ടും അന്വേഷിച്ചു. റഹീമിന്റെ കൂടെ കയറി കാണാൻ കഴിഞ്ഞു. കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കയ്യിൽ പിടിക്കുകയും ചെയ്തു. കയ്യിൽ പിടിച്ചു. മകന്റെ കാര്യമാണ് ചോദിക്കുന്നത്. മകനടുത്ത ഇദ്ദേഹത്തിന്റെ അളിയന്റെ വീട്ടിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. റിക്കവർ ചെയ്ത് വരാനാണ് പ്രതീക്ഷ. അഫാനെ പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും ആശങ്ക ഇളയ കുട്ടിയെ കുറിച്ചാണ്. ഇളയ കുട്ടി പരീക്ഷയായതുകൊണ്ട് ബന്ധുവിന്റെ വീട്ടിലാണെന്നാണ് ഷമിയെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം ആരോഗ്യനില വീണ്ടെടുക്കാത്തത് കാരണം ഷമിയുടെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തില്ല. അഫാൻ മൊഴിയിൽ ഉറച്ചു നിൽക്കാത്തതും അന്വേഷണത്തിൽ പ്രതിസന്ധിയായി തന്നെ തുടരുന്നു. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കൊലപാതക കവർച്ചാ കേസുകളിൽ തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ പുതിയ മാർഗനിർദ്ദേശം. തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ ഇനി മുതൽ 2 മഹസറും സാക്ഷിമൊഴികളും രേഖപ്പെടുത്തണം. സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് DGPയുടെ സർക്കുലർ. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ കൊലപാതക കവർച്ചാ കേസുകളിൽ തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ ഇനി മുതൽ 2 മഹസറും സാക്ഷിമൊഴികളും രേഖപ്പെടുത്തണമെന്ന് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് സർക്കുലർ പുറപ്പെടുവിച്ചു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം, മോഷണം മുതൽ എന്നിവയാണ് ഒളിപ്പിച്ചത് എന്ന് സംബന്ധിച്ച വിവരം നൽകാൻ പ്രതി തയ്യാറായാൽ അക്കാര്യം 2 സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തണം. ഈ വിവരങ്ങൾ മഹസറായും രേഖപ്പെടുത്തണമെന്നും DGPയുടെ സർക്കുലറിൽ പറയുന്നു. പ്രതി സൂചിപ്പിച്ച സ്ഥലത്തു നിന്ന് തൊണ്ടി മുതൽ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ സ്വതന്ത്ര സാക്ഷികൾ ഒപ്പം വേണം. ആയുധം, രക്തം പുരണ്ട വസ്ത്രം തുടങ്ങിയ തൊണ്ടികൾ കണ്ടെത്തിയാൽ അക്കാര്യം 2ാമത്തെ മഹസറിൽ വിശദമായി രേഖപ്പെടുത്തണം. തൊണ്ടി മുതൽ കണ്ടെടുക്കുന്നത് സംബന്ധിച്ച് സ്വതന്ത്ര സാക്ഷികൾ സ്വയം സന്നദ്ധരായി നൽകുന്ന മൊഴി തെളിവായി കണക്കാക്കപ്പെടണമെന്നും സർക്കുലറിലുണ്ട്. സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. നന്ദലാൽ ഭാരതി കേസിലാണ് ഭാരതീയ സാക്ഷി അധിനിയമത്തിലെ 23ാം വകുപ്പ് പ്രകാരമുള്ള തൊണ്ടി മുതൽ കണ്ടെടുക്കൽ നടപടികളിൽ സുപ്രീം കോടതി ഇടപെട്ടത്. തൊണ്ടി മുതൽ സംബന്ധിച്ച് പ്രതി വിവരം നൽകുമ്പോൾ സ്വതന്ത്ര സാക്ഷികൾ ഉണ്ടായിരുന്നില്ലെന്നും അതിനാൽ തൊണ്ടി മുതൽ കണ്ടെടുത്തതിലെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നും നിരീക്ഷിച്ച് പ്രതിയെ കുറ്റമുക്തനാക്കിയിരുന്നു. ജനം, തിരുവനന്തപുരം. PV അൻവറിനോട് വിയോജിച്ച തൃണമൂൽ കോൺഗ്രസിൽ രാജി. അൻവറിനൊപ്പം പ്രവർത്തിക്കാനില്ല എന്ന് പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ മിൻഹാജാണ് രാജിവെച്ചത്. അൻവറിനൊപ്പം DMKയിലും മിൻഹാജ് ഉണ്ടായിരുന്നു. പാലക്കാട് DMK സ്ഥാനാർത്ഥി കൂടിയായിരുന്ന മിൻഹാജ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിലേക്ക്. അതായത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സഹായങ്ങൾ ചെയ്യുക, വോട്ട് ചെയ്യുക, ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് വോട്ട് മാറ്റിക്കുക, ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ. അതിലൊരു പ്രധാനിയാണ് ഇപ്പോൾ CPM-നോടൊപ്പം ചേർന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ അംഗീകാരവും ഞങ്ങളുടെ പാർട്ടിയുടെ വർഗഭോജന പ്രസ്ഥാനങ്ങളിലൂടെ അദ്ദേഹത്തിന് നൽകും. പിന്നീട് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അപ്പോൾ എങ്ങനെ ആവണമെന്നുള്ളത് അതും പരിഗണിക്കും. അതാണിപ്പോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ സമീപനം പറഞ്ഞ് എന്താണ് ഉദ്ദേശിച്ചത് അത് പറയും. അതായത് ഞാൻ ഇവിടെ പറഞ്ഞ പ്രൊസീജിയർ അല്ലാണ്ട് വേറെ ഒരു പോംവഴിയില്ല. അതിന് LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സരിൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. സരിൻ്റെ സാന്നിധ്യത്തിലാണല്ലോ പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്നത്. സരിനും പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരാൻ ഇതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അതിന് കുറുക്ക് വഴിയില്ല. അത് സരിന്
ഇപ്പൊ ഇതിനകം തന്നെ എന്നേക്കാൾ കൂടുതൽ ബോധ്യമായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് സരിൻ LDFന്റെ സ്ഥാനാർത്ഥിയായി CPM-ലേക്ക് വന്ന സരിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്ര നേരം അദ്ദേഹത്തിന് അതിലൊരു പ്രയാസം, മനപ്രയാസം ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് ഉണ്ടാവില്ല. അതാണ് CPM-ന്റെ പ്രത്യേകത. ഒരു ഘട്ടത്തിലും ഇത്തരം ആളുകളെ ഞങ്ങളെക്കാൾ കൂടുതൽ കരുത്തുള്ള പാർട്ടി കേഡർമാരായി, പാർട്ടി ലീഡർമാരായി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ ഞങ്ങളേതെങ്കിലും ഘട്ടത്തിൽ പാർട്ടിയിൽ പരിഗണിക്കാതെ പോയാലും ഇത്തരം ആത്മാർത്ഥതയോടുകൂടി ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ ഞങ്ങളെക്കാൾ കൂടുതൽ ഉയരത്തിലേക്ക് അല്ലെങ്കിൽ ചുമതലയിലേക്ക്, ഉത്തരവാദിത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായി. PV അൻവറിനോട് വിയോജിച്ചാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജി. ഇടുക്കി ജലാശയത്തിൽ സർവീസ് നടത്തുന്നതിനിടെ വനംവകുപ്പിന്റെ ബോട്ടിന്റെ എഞ്ചിൻ നിലച്ചു. 14 യാത്രക്കാരുമായി സർവീസ് നടത്തിയ ബോട്ടാണ് തകരാറിലായത്. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. നിയന്ത്രണം നഷ്ടമായി കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നീങ്ങിയ ബോട്ട് കരയിലുണ്ടായിരുന്ന ആളുകൾ കയർ വലിച്ച് അടുപ്പിക്കുകയായിരുന്നു. എറണാകുളത്ത് നിന്നുള്ള വിനോദസഞ്ചാരികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. ആതിര ജ്വല്ലറി തട്ടിപ്പ് കേസിൽ കൂടുതൽ പരാതികളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് പോലീസ്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത്. സ്വർണ്ണ പണ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനുള്ള ലൈസൻസ് ഇല്ലാതെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്ന വിവരത്തിൽ വ്യക്തത വരുത്താൻ പോലീസ് RBIക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ആതിര ജ്വല്ലറി സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പ് കേസിൽ നിരവധി പരാതികൾ എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് 100 കണക്കിന് പരാതികളാണ് എത്തിയത്. സ്വർണ്ണപ്പണ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനുള്ള ലൈസൻസ് ഇല്ലാതെയായിരുന്നു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു എന്നതിൽ കൂടുതൽ വ്യക്തത തേടാനായി പോലീസ് നിലവിൽ RBIക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ആതിര ജ്വല്ലറി MD RJ ആന്റണിയും 3 സഹോദരന്മാരുമായിരുന്നു നിക്ഷേപ തട്ടിപ്പിൽ അറസ്റ്റിലായത്. നിലവിൽ റിമാൻഡിൽ തുടരുകയാണ് പ്രതികൾ. തട്ടിപ്പിന് ഇരയായവരിലേറെയും സ്ത്രീകളാണ്. ആലുവ, കുട്ടമശ്ശേരി, പറവൂർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പേർ പരാതി നൽകിയിരുന്നു. പഴയ സ്വർണം നിക്ഷേപമായി സ്വീകരിച്ചും സ്വർണ്ണച്ചിട്ടി ചേർത്തുമായിരുന്നു തട്ടിപ്പ്. 50 മുതൽ 100 പവൻ വരെയും ഈട് നൽകി തട്ടിപ്പിനിരയായവരുണ്ട്. ആദ്യം നിക്ഷേപിച്ച സ്വർണവും പണവും തിരികെ നൽകി വിശ്വാസം നേടിയെടുത്തുകൊണ്ടായിരുന്നു തട്ടിപ്പ്. ജനം, കൊച്ചി. താമരശ്ശേരിയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ 5 പേർ കസ്റ്റഡിയിൽ. കോങ്ങാട് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പിടിയിലായത്. സംഘർഷത്തിൽ പരിക്കേറ്റ 10ാം ക്ലാസ്സുകാരന് ഗുരുതര പരിക്കേറ്റു. താമരശ്ശേരി ചുങ്കം സ്വദേശി മുഹമ്മദ് ഷഹബാസിനാണ് പരിക്കേറ്റത്. ഫെയർവെൽ പാർട്ടിക്കിടെ ഉണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അനഘ ഹർഷൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനഘ, കുട്ടികളാണ് തമ്മിൽ തല്ലിയത്, പക്ഷെ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു ഒരു വിദ്യാർത്ഥിക്ക്. അതിൽ ഇപ്പോൾ ഈ 5 പേർ കസ്റ്റഡിയിലുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവരെല്ലാം കുട്ടികളാണ്, എങ്ങനെയാണ് നടപടിയെടുക്കുന്നത്? വിവരങ്ങൾ എന്താണ്? വീണ, അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ താമരശ്ശേരിയിലെ ഒരു സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളാണ് ഫെയർവെൽ പാർട്ടിയോടനുബന്ധിച്ച് പരസ്പരം തമ്മിൽ തല്ലിയത്. അതായത് ഈ പാർട്ടി നടക്കുന്ന സമയത്ത് ഒരു വിഭാഗം കുട്ടികൾ ഈ കൂകി വിളിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ഈ MJSS സ്കൂൾ വിദ്യാർത്ഥികളും മറ്റ് താമരശ്ശേരിയിലെ മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളും ഒക്കെ തന്നെയാണ് ഈ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നത്. അങ്ങനെ ഈ വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം ഈ ഫെയർവെൽ പാർട്ടി നടക്കുന്ന സമയത്ത് കൂകി വിളിക്കുകയുണ്ടായി. അങ്ങനെ ഇരുവിഭാഗം സ്കൂളിലെ കുട്ടികൾ തമ്മിൽ വാക്കുതർക്കവും അത് പിന്നീട് കയ്യാങ്കളിയിലേക്കൊക്കെ പോയി. അന്ന് ട്യൂഷൻ സെന്ററിലെ അധ്യാപകർ ഇടപെട്ടാണ് ഈ ഇരുവിഭാഗം വിദ്യാർത്ഥികളെയും അനുനയിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. എന്നാൽ ആ സംഘർഷത്തിന്റെ തുടർച്ചയായ എന്നോണമാണ് ഇന്നലെ വൈകുന്നേരം ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററിന് പരിസരത്ത് വെച്ച് ഈ വിവിധ സ്കൂളിലെ കുട്ടികൾ സംഘടിച്ചെത്തുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തു. ഈ ഏറ്റുമുട്ടലിലാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്ന 10ാം ക്ലാസ്സുകാരനായ ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റത്. കുട്ടി അതീവ ക്ഷീണിതനായാണ് വീട്ടിലെത്തുന്നത്. പക്ഷേ വീട്ടുകാരോടൊന്നും തന്നെ ഇത്തരത്തിൽ തനിക്ക് മർദ്ദനമേറ്റതായ കാര്യം കുട്ടി പറഞ്ഞിരുന്നില്ല. മാത്രമല്ല ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ ഒന്നും ഏറ്റ ഒരു പാടും ആ സമയത്ത് വീട്ടുകാർ കാണാനും സാധിച്ചിരുന്നില്ല. അങ്ങനെ വൈകുന്നേരത്തോടു കൂടി കുട്ടി അതീവ അവശ നിലയിലേക്ക് പോയതോടുകൂടിയാണ് കുട്ടിയെ തൊട്ടടുത്ത ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അവിടെ നിന്നാണ് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ പ്രവേശിപ്പിക്കുന്നത്. നിലവിൽ കുട്ടിയുടെ നില അത് അതീവ
ഗുരുതരമായി തുടരുകയാണ് എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആശുപത്രി അധികൃതർ പറയുന്നത്. കുട്ടി പകുതി കോമാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. മറ്റ് പ്രതികരണങ്ങളൊന്നും കുട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ജീവന് വേണ്ടി മല്ലിടുന്ന ഒരു സാഹചര്യമാണ് കുട്ടിക്ക് ഉള്ളത് എന്നാണ് ആശുപത്രിയിൽ നിന്ന് വരുന്ന ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത. ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്ന് 15ഓളം വിദ്യാർത്ഥികൾ ഈ അടിപിടിയിൽ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 5 വിദ്യാർത്ഥികളെ പോലീസ്, വിവിധ സ്കൂളിൽ പഠിക്കുന്ന 5 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അവരെ ചോദ്യം ചെയ്യുകയാണ്. ഈ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമൊക്കെ ആയിരിക്കും മേൽ നടപടികളൊക്കെ തന്നെ ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ നില അത് അതീവ ഗുരുതരമായി തുടരുകയാണ് എന്ന ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് നമുക്ക് പറയാനുള്ളത്. വീണ, യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഡൽഹി ഹൈദരാബാദ് ഹൗസിലാണ് കൂടിക്കാഴ്ച. ഐസൻ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൻ, എത്രത്തോളം നിർണായകമാണ് ഈ കൂടിക്കാഴ്ച? നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം നമുക്കറിയാവുന്നതാണ്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ 22 പ്രതിനിധികൾ അടങ്ങുന്ന ഒരു പ്രതിനിധി സംഘത്തോടൊപ്പമാണ് അവർ ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. ഇന്നലെ ഉർസുല വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. യൂറോപ്യൻ യൂണിയനുമായുള്ള സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പാരീസിൽ നടന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംബന്ധിച്ച സമ്മേളനത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കുന്നത് സംബന്ധിച്ച് ചില തീരുമാനങ്ങളുണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംബന്ധിച്ച അന്താരാഷ്ട്ര നിയമങ്ങളുടെ ധാരണകൾ ഉണ്ടാക്കുക എന്നത് ഈ സന്ദർശനത്തിലെ പ്രധാനമായ ഒരു ലക്ഷ്യമാണ്. മറ്റൊരു പ്രധാന വിഷയം ഊർജ്ജ രംഗത്തും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക വിദ്യാ രംഗത്തും എല്ലാം തന്നെ സഹകരിക്കുക എന്നതാണ്. ഗ്രീൻ എനർജിയുടെ രംഗത്തുള്ള സഹകരണം സംബന്ധിച്ച് വളരെ നിർണായകമായ ചർച്ചകൾ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഏറെ കൗതുകകരമായ ഒരു കാര്യം, ഹൈദരാബാദ് ഹൗസിലേക്ക് ഈ പ്രതിനിധികളുമായി ഉർസുല വോൺ ഡെർ ലെയ്ൻ സഞ്ചരിച്ചത് ഒരു ഹൈഡ്രജൻ ഫ്യൂവൽഡ് ബസ്സിലാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഹൈഡ്രജൻ ഫ്യൂവൽ ആധുനിക ബസ്. അതായത് നമുക്കറിയാവുന്നതാണ്, ജർമ്മനിയിലാണ് ഹൈഡ്രജൻ ഫ്യൂവൽ ബസിന്റെ പരീക്ഷണമെല്ലാം തന്നെ നടന്നത്. ഇത്തരത്തിൽ ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന, പരിസ്ഥിതി ദൂഷണം തീർത്തുമില്ലാത്ത ആ ബസ്സിലാണ് അവർ യാത്ര ചെയ്തത് എന്ന് നൽകുന്ന ഒരു പ്രത്യേക സന്ദേശമുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ നിലപാടുകൾ സംബന്ധിച്ച ഒരു സന്ദേശമുണ്ട്. അത്തരത്തിലുള്ള ഗ്രീൻ എനർജിയുടെ രംഗത്തും അതുപോലെ തന്നെ അനുബന്ധ രംഗങ്ങളിലും, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഇന്നോവേഷൻ രംഗത്തുമുള്ള സഹകരണം, അതുപോലെ സൈനികേതര രംഗങ്ങളിലെ ശക്തമായ സഹകരണവും വാണിജ്യ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുമുള്ള ചർച്ചകളെല്ലാം തന്നെ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും മികച്ച പാർട്ണറായി ഭാരതവുമായി സഹകരിച്ചു പോകാനുള്ള ഒരു രാജ്യങ്ങളുടെ സമൂഹമാണ് യൂറോപ്യൻ യൂണിയൻ. നമുക്കറിയാവുന്നതാണ്, മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ, ട്രേഡ് കോറിഡോർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ആദ്യഘട്ട ചർച്ചകളും അതുപോലെ അനുബന്ധമായ ചർച്ചകളും എല്ലാം തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 11:45 അല്ലെങ്കിൽ 2 മണിക്ക് മുമ്പ് തന്നെ 2 നേതാക്കളുടെയും സംയുക്ത പ്രസ്താവന ഉണ്ടാകും. അതിൽ കൂടുതൽ വിവരങ്ങൾ കൃത്യമായി ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഊർജ്ജ രംഗത്തെ ഭാവിയിലെ സസ്റ്റൈനബിൾ എനർജിയും തന്നെയായിരിക്കും ചർച്ചകളിൽ ഏറെ പ്രാധാന്യത്തോടെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള വിഷയങ്ങളായി മാറുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഒന്നിച്ചു നിൽക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും അറിയിച്ചു. വരാനിരിക്കുന്ന സമാധാന ധാരണ ലോകം ആഘോഷമാക്കുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു. രണ്ടാം ഘട്ട ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചതായി ഈജിപ്ത്. മധ്യസ്ഥ രാജ്യം കൂടിയായ ഖത്തർ, US, ഇസ്രയേൽ പ്രതിനിധികൾ ഈജിപ്തിലെ കെയ്റോയിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഗാസയിൽ മാനുഷിക സഹായം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ തുടരുന്നതായി ഈജിപ്തും ഖത്തറും അറിയിച്ചു. ശനിയാഴ്ച മുതൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ആരംഭിക്കാനിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ 2014 മുതൽ ഹമാസിന്റെ തടവിൽ കഴിയുന്ന മുഴുവൻ ബന്ദികളുടെയും മോചനം നടപ്പാക്കണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. ജനുവരി 19 മുതൽ ആരംഭിച്ച വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ സൈനിക പിന്മാറ്റം പൂർണ്ണമായും നടപ്പാക്കുകയും വേണം. ഈ സാഹചര്യത്തിലാണ് ഹമാസിനും ഇസ്രായേലിനുമിടയിൽ മധ്യസ്ഥരായി പ്രവർത്തിക്കുന്ന ഈജിപ്ത് തുടർ ചർച്ചകൾക്ക് വഴി തുറന്നത്. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ കെയ്റോയിൽ ആരംഭിച്ചതായി ഈജിപ്ത് അറിയിച്ചു. മധ്യസ്ഥ രാജ്യമായ ഖത്തറും ഹമാസ് ഇസ്രായേൽ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. US പ്രതിനിധിയും പങ്കെടുത്തു എന്നാണ് സൂചന. 3 ഘട്ടമായാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാവുക. അവസാന ഘട്ടത്തിൽ ഗാസ പുനർനിർമ്മാണം പൂർണ്ണമാക്കുകയാണ് വെടിനിർത്തൽ നടപടിക്രമങ്ങളുടെ ലക്ഷ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ കൂടുതൽ പുരോഗതിയെന്ന് വത്തിക്കാൻ. ആരോഗ്യനില മെച്ചപ്പെട്ടെന്നും ചാപ്പലിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തെന്നും മറ്റ് ജോലികളിൽ ഏർപ്പെട്ടെന്നും വത്തിക്കാൻ അറിയിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന ശ്വാസമെടുക്കുന്നതിലെ വലിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴില്ല.
വൃക്കയിലെ പ്രശ്നങ്ങളിലും ആശങ്ക വേണ്ട. ഓക്സിജൻ തെറാപ്പി തുടരുന്നുണ്ട്. ലാബ് പരിശോധനാ ഫലങ്ങളിലും പുരോഗതിയുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചു. നേപ്പാളിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ 2:36 ഉണ്ടായ ഭൂചലനത്തിന്റെ പ്രകമ്പനം ബീഹാറിലും സിലിഗുരിയിലും അനുഭവപ്പെട്ടു. ഭൂചലനത്തിൽ നാശനഷ്ടമോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് നേപ്പാൾ പോലീസ് DIG ദിനേഷ് കുമാർ ആചാര്യ അറിയിച്ചു. ഇന്ത്യൻ സമയം പുലർച്ചെ 5:15 പാകിസ്ഥാനിലും ഭൂചലനമുണ്ടായതായി റിപ്പോർട്ടുണ്ട്. രഞ്ജി ട്രോഫി ഫൈനലിൽ പൊരുതി കളിച്ച് കേരളം. മൂന്നാം ദിനം 5 വിക്കറ്റിന് 250 റൺസ് എന്ന നിലയിലാണ്. 79 റൺസ് എടുത്ത സർവാത്തെ പുറത്തായി. ക്യാപ്റ്റൻ സച്ചിൻ ബേബിക്ക് അർദ്ധ സെഞ്ചുറി. കൃഷ്ണരാജ് ചേരുന്നു. കൃഷ്ണരാജ്, വിവരങ്ങൾ എന്താണ്? വീണ, കേരളം പൊരുതി കളിക്കുന്നു എന്നത് വലിയ ആശ്വാസത്തിന്റെ സന്തോഷത്തിന്റെ വാർത്തയാണ്. കാരണം 252 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ ആകുന്നു. ഇനി കേരളത്തിന് വെറും 137 റൺസ് കൂടി മതി അവരുടെ വിദർഭയുടെ സ്കോർ മറികടക്കാൻ. 127 റൺസ് മതി വിദർഭയുടെ സ്കോർ മറികടക്കാൻ എന്നാണ് വിശ്വസ്തനായ ക്യാപ്റ്റൻ. പ്രതിസന്ധികളെ തരണം ചെയ്ത് കളിച്ച് ശീലമുള്ള സച്ചിൻ ബേബി 62 റൺസോടെ ക്രീസിലുണ്ട്. മുഹമ്മദ് അസറുദ്ദീൻ സെമി ഫൈനലിലേക്ക് 177 റൺസ് എടുത്ത് കേരളത്തെ മികച്ച സ്കോർ പടുത്തുയർത്താൻ സഹായിച്ച മുഹമ്മദ് അസറുദ്ദീൻ 21 റൺസോടെ ക്രീസിലുണ്ട്. കുറച്ച് പ്രതിരോധിച്ചാണ് രണ്ടുപേരും കളിക്കുന്നത്. കാരണം നന്നായി ടേൺ ചെയ്യുന്നുണ്ട് പിച്ച്. അല്പം മുമ്പാണ് മുഹമ്മദ് അസറുദ്ദീൻ ഒരു LBW അപ്പീൽ നിന്ന് രക്ഷപ്പെട്ടത്. അമ്പയർ അത് ഔട്ട് വിധിച്ചതാണ്. പക്ഷേ ഡിസിഷൻ റിവ്യൂ സിസ്റ്റത്തിലൂടെ അത് ഔട്ടല്ല എന്ന് വ്യക്തമാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സച്ചിനും മുഹമ്മദ് അസറുദ്ദീനും ക്രീസിൽ നിൽക്കുന്നത് കേരളത്തിനേറെ ഗുണകരമാണ്. നമ്മുടെ ഏറെ പ്രതീക്ഷയായിരുന്ന സൽമാൻ നിസാർ 21 റൺസ് എടുത്ത് നേരത്തെ പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ട് ഏറെ നിർണായകമാണ്. 127 റൺസ് മാത്രം മതി എന്നത് എടുത്തു പറയണം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടാനായാൽ ഒരുപക്ഷെ ഇന്ന് 3-ാം ദിവസമാണ്. 4-5 ദിവസങ്ങളിലേക്ക് കളി പോയി റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ, മത്സരത്തിലൊരു മത്സര ഫലം ഉണ്ടായില്ല എങ്കിൽ കേരളത്തിന് ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടുന്നത് ഏറെ നിർണായകമാണ്. സെമിയിലും ക്വാർട്ടറിലും ഒക്കെ 1 റൺസിന്റെയും 2 റൺസിന്റെയും ഒക്കെ ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിലാണ് കേരളം ഫൈനലിലേക്ക് എത്തിയത്. ഈ ചരിത്ര ഫൈനൽ ഒരു ചരിത്രമാക്കാൻ കേരളത്തിന് കഴിയുമെന്ന പ്രത്യാശയിലാണ്. പക്ഷേ ഈ കൂട്ടുകെട്ട് ഏറെ നിർണായകമാണ്. ശരി കൃഷ്ണ. മുൻനിര PVC പൈപ്പ് നിർമ്മാതാക്കളായ ബാൽക്കോയ്ക്ക് MSME മന്ത്രാലയം നൽകുന്ന ഇസഡ് ഗോൾഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിലാണ് സർട്ടിഫിക്കറ്റ് കൈമാറിയത്. ദക്ഷിണേന്ത്യയിൽ ഈ പുരസ്കാരം നേടുന്ന ആദ്യ MSME എന്ന ചരിത്രമാണ് ഇതോടെ ബാൽക്കോ സ്വന്തമാക്കിയത്. ഗുണനിലവാരത്തിന്റെയും പരിസ്ഥിതി സുസ്ഥിരതയുടെയും ഉയർന്ന മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്ന സീറോ ഇഫക്ട് സർട്ടിഫിക്കേഷൻ ഇതിലൂടെ അംഗീകരിക്കപ്പെട്ടതായി കമ്പനി ചൂണ്ടിക്കാട്ടി. സർട്ടിഫിക്കറ്റ് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ദേശീയ തലത്തിൽ ഇങ്ങനെയൊരു അംഗീകാരം കിട്ടിയതിന് ആദ്യം തന്നെ ഞാൻ ബാൽക്കോയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് ഈ മേഖലയിൽ ആദ്യമായി IPOയിലേക്ക് പോയ ഒരു കമ്പനിയാണ് ബാൽക്കോ. കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ PVC ആദ്യമായിട്ടുണ്ട്. കേരള ബ്രാൻഡ്, മെയ്ഡ് ഇൻ കേരള എന്നുള്ളത് കൂടി വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കേഷനും ഒരു ഹോളോഗ്രാം ലോഗോ കൂടി അതിലേക്ക് വരുന്നതോടുകൂടി മാർക്കറ്റിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടും. അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കൂടുതൽ MSMEകൾ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇയർ ഓഫ് എൻ്റർപ്രൈസസിൻ്റെ ഭാഗമായി ഇപ്പോൾ 3.5 ലക്ഷത്തോളം 3,42,000 പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ വന്നു കഴിഞ്ഞു. അതിൽ മാനുഫാക്ചറിംഗ് രംഗത്ത് വലിയ ഗ്രോത്താണ് വന്നിട്ടുള്ളത്. കൂടുതൽ തൊഴിലുണ്ടാക്കാനും സമ്പദ്ഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇതാകെ സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ പദ്ധതി ബാൽക്കോ ഇനിയുമേറെ മുന്നോട്ട് പോകട്ടെ, കുറെ കൂടി ആഗോള മാർക്കറ്റിലേക്ക് ഉൾപ്പെടെ വരാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഉത്പാദനത്തിനും പരിസ്ഥിതിക്കും വേണ്ടി ഉയർന്ന നിലവാരമുള്ള മാനദണ്ഡങ്ങളോട് ബാൽക്കോ പുലർത്തുന്ന പ്രതിബദ്ധത മാനേജിംഗ് ഡയറക്ടർ സുധീർ കുമാർ B. ചൂണ്ടിക്കാട്ടി. 25 ലക്ഷം രൂപയായിരിക്കും ഒരു ചെറിയൊരു വീട് വയ്ക്കാനായിട്ട് വരുന്നത്, ചിലവാകുന്നത്. അതിനകത്ത് ഈ ക്വാളിറ്റി മോശമായിട്ടുള്ള ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ടിലേക്ക് പോയാൽ 500-1000 രൂപയായിരിക്കും നമ്മൾ ലാഭിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു റിസ്ക് ഉണ്ടല്ലോ, അത് വളരെ കൂടുതലാണ്. വാട്ടർ പൈപ്പിൻ്റെ കാര്യത്തിൽ ഒരു 10,000 രൂപ നമ്മൾ ലാഭിക്കും. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അനവധിയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് UPVC പൈപ്പ്സ് നല്ല ക്വാളിറ്റി അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. കാരണം മാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും. PVC പൈപ്പ് നിർമ്മാണ രംഗത്ത് ഈ നേട്ടം കൈവരിക്കുന്ന 6ാമത്തെ കമ്പനിയാണ് ബാൽക്കോ.
ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് പി രാജീവ് ബാൽക്കോ കമ്പനിക്ക് കൈമാറി. കഴിഞ്ഞ വർഷം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബാൽക്കോ ലിസ്റ്റ് ചെയ്തിരുന്നു. ബിസിനസ് ഡെസ്ക്, ജനം. KSFDC നിർമ്മിക്കുന്ന അരിക്, പ്രളയശേഷം ഒരു ജലകന്യക എന്നീ സിനിമകളുടെ ട്രെയിലർ പ്രദർശനം തിരുവനന്തപുരം ശ്രീ തിയേറ്ററിൽ നടന്നു. മന്ത്രി സജി ചെറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആന്റണി രാജു MLA, KSFDC ചെയർമാൻ ഷാജി N. കരുൺ, അഭിനേതാക്കളായ സെന്തിൽ കൃഷ്ണ, ആശ അരവിന്ദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അണിയറ പ്രവർത്തകരെ അനുമോദിക്കുകയും ചെയ്തു. ബദ്രിനാഥിൽ ഹിമപാതം, 40 തൊഴിലാളികൾ ഹിമപാതത്തിൽ കുടുങ്ങിയതായാണ് വിവരം. ദേശീയപാതയിൽ ഉൾപ്പെടെ മഞ്ഞുവീഴ്ച ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. ചമോലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൗതം അനന്തനാരായണ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, ഒന്ന്, ഈ കുടുങ്ങിപ്പോയ തൊഴിലാളികളെ കോൺടാക്ട് ചെയ്യാനോ അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആരംഭിച്ചിട്ടുണ്ടോ? ഒപ്പം ഈ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുമ്പോൾ തന്നെ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ? വീണ, ബദ്രിനാഥ് ഡാം ജില്ലയിലാണ് ഇപ്പോൾ ഈ ഹിമപാതം രൂപപ്പെട്ടിരിക്കുന്നത്. 40ഓളം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഇവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഉത്തരാഖണ്ഡ് ഭരണകൂടവും സൈന്യത്തിന്റെ ഉൾപ്പെടെ സഹായത്തോടുകൂടി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ. നേരത്തെ തന്നെ ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. ബദ്രിനാഥ്, അതോടൊപ്പം തന്നെ ഉത്തരകാശി, ചമോലി തുടങ്ങിയ സ്ഥലങ്ങളിൽ കനത്ത മഴയും അതോടൊപ്പം തന്നെയുള്ള മണ്ണിടിച്ചിൽ ഇതാണ്. ഇതിന് പിന്നാലെയാണ് ഈ ബദ്രിനാഥ് ഡാമിൽ ഇപ്പോൾ ഈ ഹിമപാതം രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നത് ഈ തൊഴിലാളികളും യാതൊരു ബന്ധവും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. 40-നും 57-നും ഇടയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഈ ഹിമപാതത്തിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. വീണ, ശരി ഗൗതം. ബദ്രിനാഥിലാണ് ഹിമപാതം, 40 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു. KPCCയിൽ നേതൃമാറ്റം നിലവിൽ ചർച്ച ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാ പാർട്ടിയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസിലുമുണ്ട്. ഇപ്പോഴുള്ള നേതൃത്വം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറാണെന്നും സതീശൻ ഡൽഹിയിൽ പറഞ്ഞു. ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇതൊന്നും വേറെ ആളുകളൊന്നും അല്ലല്ലോ കേരളത്തിൽ. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കേരളത്തെ കൈവെള്ളയിൽ എന്നല്ല അറിയാം. ആരുടെങ്കിലും റിപ്പോർട്ട് മേടിച്ചിട്ട് കേരളത്തെക്കുറിച്ച് അറിയേണ്ട ആളാണ്. അത് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള MP ആയിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റിന് ഓരോ ജില്ലയിലെ ഡീറ്റെയിൽസ് അറിയാം. കേരളത്തിലെ 14 ജില്ലയിലെ ഡീറ്റെയിൽസ് ഗാർഗേജിക്ക് അറിയാം. 14 ജില്ലയിലെ ഡീറ്റെയിൽസ് മുഴുവൻ ആളുകളെ കുറിച്ച് അറിയാം. പിന്നെ KC വേണുഗോപാലാണ് ഇവിടുത്തെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന് ഇവിടുത്തെ വിവരം സംഘടനാ കാര്യങ്ങൾ അദ്ദേഹമല്ലേ നോക്കണം. ആരെങ്കിലും കൊണ്ട് റിപ്പോർട്ട് എഴുതിച്ച് മേടിച്ചിട്ട് വേണോ KC വേണുഗോപാലിനെ പോലെ ഒരാള് കേരളത്തിലെ കാര്യങ്ങൾ അറിയാൻ? ഇതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന കഥകളാണ്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, ഈ പുറത്ത് കേൾക്കുന്നതെല്ലാം കഥകളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ നേതൃമാറ്റമൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് ഡൽഹിയിൽ നടക്കാൻ പോകുന്ന ചർച്ചകൾ? വീണ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾ വാർത്തകൾ അല്ലെങ്കിൽ വിഷയങ്ങൾ വളച്ചൊടിക്കുന്നു എന്നൊരു മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്തുനിന്ന് ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളത്. നേതൃത്വത്തിനിടയിലുള്ള അഭിപ്രായ വ്യത്യാസം, ഒപ്പം ദേശീയ നേതൃത്വം അതിൽ നടത്തുന്ന ഇടപെടൽ, ഇവ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് അത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങളും നിലവിലില്ല. തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ ശക്തമാക്കുന്നതിന്, തദ്ദേശ തെരഞ്ഞെടുപ്പിനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്ന വിശദീകരണമാണ് VD സതീശൻ നൽകിയിട്ടുള്ളത്. നിലവിൽ നേതൃമാറ്റം സംബന്ധിച്ച് ഒരു തരത്തിലും ചർച്ച നടക്കുന്നില്ല എന്ന് VD സതീശൻ പറയുമ്പോൾ തന്നെ നേതൃമാറ്റം വേണമെന്നും അത്തരം ചർച്ചകൾ ഉന്നയിക്കുന്നുണ്ട്, അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് മുതിർന്ന നേതാക്കളായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒപ്പം K മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം, ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ശശി തരൂർ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ, ഇവയിൽ സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും പ്രതിസന്ധിയിലാവുകയും നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാര്യമായ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് ഇന്നിപ്പോൾ ദേശീയ നേതൃത്വം കേരളത്തിലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളുമായി, KPCC നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. വൈകിട്ട് 4 മണിക്കാണ് അത്തരത്തിലൊരു യോഗമുള്ളത്. അതിനു മുൻപായി ഡൽഹിയിലെത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം ഏതായാലും VD സതീശൻ നടത്തിയിട്ടുള്ളത്. നേതൃമാറ്റം നിലവിൽ ചർച്ച ചെയ്യുന്നില്ല. ഒപ്പം മറ്റു പാർട്ടികളിൽ ഉണ്ടാകുന്ന തരത്തിൽ സാധാരണ പ്രശ്നങ്ങൾ കോൺഗ്രസിലുമുണ്ട്. അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് നേതൃത്വം നടത്തുന്നുണ്ട്. ഒപ്പം ശശി തരൂരുമായി ബന്ധപ്പെട്ട ശശി തരൂരിന്റെ പ്രതികരണങ്ങൾ എന്ന വിശദീകരണം ആ വിഷയത്തിൽ VD സതീശൻ നൽകിയിട്ടുണ്ട്. വീണ, ശരി ജിഷ്ണു.
വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം.